Hi dears, good morning. 28 days മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 2 പ്രാക്ടീസാണ്. അപ്പോൾ ഡേ 1 പ്രാക്ടീസ് എല്ലാവരും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഡേ 1 പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡേ 2 പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തെ പ്രാക്ടീസും ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ പ്രാക്ടീസ് മാജിക് സ്റ്റോണാണ്. അപ്പോൾ ഞാൻ ഡേ 1 പറഞ്ഞിരുന്നു ഒരു ചെറിയ ഉരുളൻ കല്ല് എടുത്തു വെക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും എടുത്തു വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഡേ 1 പ്രാക്ടീസ് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഡേ 2 പ്രാക്ടീസ് ചെയ്യണം. ഇനി ഡേ 2 പ്രാക്ടീസിൽ ചെയ്യേണ്ടത്, നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മാജിക് സ്റ്റോണ് കയ്യിലെടുത്ത് പിടിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വരെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരു കാര്യം ഓർക്കുക. എന്നിട്ട് കയ്യിൽ മാജിക് സ്റ്റോണ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയുക. താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുക. ശേഷം ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ വൈബ്രേഷൻ മാജിക് സ്റ്റോണിലേക്ക് ആവാഹിക്കപ്പെടുന്നതായിട്ട് സങ്കല്പിക്കുക. ശേഷം നിങ്ങൾ കിടക്കുന്ന പില്ലോയുടെ അടിയിൽ വെച്ചിട്ട് രാത്രി സുഖമായിട്ട് ഉറങ്ങുക. ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാജിക് സ്റ്റോൺ എടുത്തിട്ട് തലേ ദിവസം പറഞ്ഞ അതേ കാര്യം ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയുക. ശേഷം മാജിക് സ്റ്റോണ് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ ഇനി വരുന്ന 26 ദിവസവും നിങ്ങൾ ഈ മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്യണം. ഇനി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഗ്രാറ്റിറ്റ്യൂഡോടു കൂടിയും അതുപോലെ തന്നെ ഒരു ദിവസം എൻഡ് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി ആയിരിക്കണം. ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു സമയമാണ്. അതായത് രാവിലെ ഉണർന്നാൽ ഉടനെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ള ഒരു സമയം. ഈ സമയത്ത് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിയുകയും അപ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ എല്ലാ ദിവസത്തെയും പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യുക. ഈ 28 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരും. ഇനി ഡേ 3 പ്രാക്ടീസിന് വേണ്ടിയിട്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുള്ള 3 വ്യക്തികളുടെ ഫോട്ടോ എടുത്ത് വയ്ക്കുക. ഇനി ഫോട്ടോ ഇല്ലെങ്കിൽ, ഇനി നിങ്ങളുടെ മൊബൈലിൽ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഡേ 3 പ്രാക്ടീസുമായിട്ട് വരാം. ബൈ.